ഹായ് ഫ്രണ്ട്സ്, വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത്. വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ വീട്ടിൽ മീനൊക്കെ വാങ്ങിച്ച് കറി വയ്ക്കത്തില്ലേ, അങ്ങനെ ഇന്ന് എനിക്ക് കിട്ടിയ മീൻ മങ്കടയാണ്. മങ്കടയെന്ന് പറഞ്ഞാൽ നല്ല പച്ച മങ്കട, ഒരു ശകലം പോലും കുടവോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത പച്ച മങ്കട. അത് വണ്ടിക്കാരോട് നമ്മൾ വാങ്ങിച്ചതാണ്. ഇവിടെ അടുത്തൊരു വണ്ടിക്കാരനുണ്ട്, പുള്ളിയോട് വാങ്ങിച്ചതാണ്. അപ്പോൾ അത് കറി വയ്ക്കുന്നത് എങ്ങനെയാണ്, എൻ്റെ രീതിയിൽ എങ്ങനെയാണ് കറി വയ്ക്കുന്നത് അത് നമുക്ക് കണ്ടുവരാം. പിന്നെ നിങ്ങൾക്ക് ഞാൻ വയ്ക്കുന്ന രീതി ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങളും അത് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഓരോരുത്തരുടെ ടേസ്റ്റ് എന്താണെന്ന് അവരവർക്കല്ലേ അറിയത്തുള്ളൂ. അപ്പോൾ നമുക്ക് മങ്കട കറി വയ്ക്കുന്ന നോക്കിയിട്ട് വരാം. ഇതാ നമ്മളിന്ന് മങ്കട കറി വയ്ക്കാൻ പോവാണേ. ചട്ടി വെച്ചിട്ട് നമ്മളതിനകത്തോട്ട് വെളിച്ചെണ്ണ ഒഴിക്കാം. പിന്നെ അതിന് ചേരേണ്ടത് ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്കിനി വെളിച്ചെണ്ണ, ചട്ടി നല്ലോണം ചൂടായിട്ടുണ്ട്, നമുക്കതിനകത്ത് വെളിച്ചെണ്ണ ഒഴിക്കാം. ചട്ടി വെച്ച് വെളിച്ചെണ്ണ ഒഴിക്കുവാണ്. ഞാൻ ഉലുവ ഇടത്തുള്ളൂ, കടുക് ഇടില്ല. നമുക്ക് അതിനകത്തോട്ട് ഉലുവ ഇടാം. വെളിച്ചെണ്ണ നല്ലോണം ചൂടായിട്ടുണ്ട്, കാരണം നേരത്തെ ഞാൻ ചട്ടി വെച്ചായിരുന്നു. അപ്പോൾ അതുകൊണ്ട് കടുക് ഇടുന്നവരുണ്ടാവും, പക്ഷേ ഞാൻ കറിക്ക് ഉലുവയിട്ടാണ് പൊട്ടിക്കുന്നത്. ഇറച്ചിയൊക്കെ ആണെങ്കിൽ മാത്രമേ കടുക് ലേശം എടുത്തുള്ളൂ. കടുക് മൂക്കട്ടെ. കടുക് മൂക്കുമ്പോഴത്തേക്ക് നമുക്ക് ഇനി അതിനകത്തോട്ട് ഞാൻ ആദ്യമേ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി മൂപ്പിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ എണ്ണയ്ക്കകത്ത് ഈ ഇഞ്ചി കിടന്ന് മൂത്ത് കഴിയുമ്പോൾ അതിനൊരു പ്രത്യേക സ്വാദ് കിട്ടും. അതുകൊണ്ടാണ് ഞാൻ എന്തിനായാലും ആദ്യമേ ഇഞ്ചി അങ്ങിട്ട് മൂപ്പിക്കുന്നത്. ഇഞ്ചി മൂത്തേ കണ്ടോ, ഇഞ്ചി മൂത്ത് വരുന്നുണ്ട്. അതിനകത്തോട്ട് വെളുത്തുള്ളി, പച്ചമുളകും കൂടെ ഒന്നിച്ചിടുവാണേ. ചിലവർ മീൻകറിക്ക് ചുമന്നുള്ളി ചേർക്കുന്നവരുണ്ട്, പക്ഷെ ഞാൻ ചേർക്കത്തില്ല. കാരണം ചുമന്നുള്ളി മൂപ്പിച്ച് വെച്ചാൽ കറി വളിക്കില്ല എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷെ ഞാൻ ചുമന്നുള്ളി അങ്ങനെ ചേർക്കില്ല കറിക്ക്. ഞാൻ ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ഇത് നല്ല വൃത്തിയായിട്ട് മൂത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് വേണ്ട പൊടി ഐറ്റംസ് എടുക്കാം. ഇതാ മുളക് പൊടി. മങ്കടയല്ലേ, നല്ല മാംസക്കട്ടിയുള്ള മീനാണ്. അതിന് ഞാനൊരു 4 സ്പൂണ് കാശ്മീരി ചില്ലി എടുക്കും. മുളക് പൊടി എരിവ് വേണം, ഇല്ലെങ്കിൽ മീൻകറി ടേസ്റ്റ് ഉണ്ടാവില്ല. 4 സ്പൂണ് കാശ്മീരി ചില്ലി. ഇതാ 1 സ്പൂണ് മഞ്ഞൾപ്പൊടി. ഇനി നമുക്കതിനകത്ത് മല്ലിപ്പൊടിയാണ് ചേർക്കേണ്ടത്. മല്ലിപ്പൊടി ഞാൻ മല്ലിപ്പൊടി കുറച്ചേ ചേർക്കും, കാരണം നാളത്തേക്കുള്ള കറിയാണ്. അപ്പം ഒത്തിരി മല്ലിപ്പൊടി ആയാൽ മീൻകറി വളിക്കും. നമുക്ക് ഇതെല്ലാം എടുത്ത് വെച്ച് ഇനി ഈ അടുപ്പേ കിടക്കാൻ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. നല്ലോണം മൂത്തിട്ടുണ്ട് കണ്ടോ. അപ്പം ഇനി അതിനകത്തോട്ട് മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി ഇത് ചേർത്ത് നമുക്ക് ഇളക്കാം. എൻ്റെ വഴിന്നറിയാതല്ല കുരുമുളക് പൊടി വീണത്. ഈ വലിയ മാംസമുള്ള മീനാകുമ്പോൾ ഒരു നുള്ളു കുരുമുളക് പൊടി ചേർക്കുന്നത് നല്ലത് തന്നെയാണ്. അപ്പോൾ ഞാൻ കുരുമുളക് പൊടി ചേർക്കും. അത് ഇപ്പോഴേ അല്ല, ഇതൊന്ന് ഇളക്കി പിടിക്കട്ടെ കേട്ടോ. ഇത് ക്യാമറാമാൻ ഇന്ന് വലിയ നീളമില്ലാത്ത ഒരാളാണ് ക്യാമറ എടുക്കുന്നത്. വേണ്ടേ ഒരു മൂത്തതിനകത്തോട് ഇച്ചിരി വെള്ളം, ഞാൻ നേരത്തെ വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നേ. അതൊന്ന് നല്ലോണം ചട്ടി, നല്ല തീയാണ്. തീയായത് കാരണം ചട്ടി പെട്ടെന്ന് ചൂടായിരുന്നു കണ്ടോ. ഇതിനകത്തോട്ട് വീണ്ടും നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുത്ത് വെള്ളം ഒഴിക്കുന്നതനുസരിച്ച് വെള്ളം തട്ടി പോകും. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോഴാണ് ഇതിനകത്തുനിന്ന് എണ്ണ വാർന്ന് വരുന്നത്.
നമുക്കിതെല്ലാം ഒന്ന് അടച്ച് ഞാൻ ആ പാത്രത്തിനകത്ത് ഇച്ചിരി നനവുള്ളൊരു പാത്രമായിപ്പോൾ ഞാൻ എടുത്തത്. അപ്പോൾ അതിനകത്തോട്ട് ഇച്ചിരി വെള്ളം ഒഴിച്ച് അത്രയും കളയണ്ടല്ലോ, അതിനകത്തോട്ട് ഒഴിക്കും. എന്നിട്ട് ഇത് വീണ്ടും ഇറക്കി കൊടുക്കാം. ഈ ഞാനിച്ചിരി കുറച്ച് വയ്ക്കാം. ഞാനിവിടെ പുളി എടുത്ത് വെള്ളത്തിലിട്ടിട്ടുണ്ട്. അതൊന്ന് നമുക്ക് ഇടാം. കുടംപുളി നല്ല വീട്ടിൽ തന്നെ നമ്മൾ ഉണക്കുന്ന പുളിയാണ് കുടംപുളി. നമ്മൾ വാടകയ്ക്ക് താമസിക്കുന്നതല്ല, അവിടുത്തെ അമ്മ ഉണക്കുന്നത്. അത് നമുക്കും തരും, അവിടെ എന്തെടുത്താലും തരും. അപ്പോൾ പുളി നല്ല മയമുള്ള പുളിയാണ്. വെള്ളത്തിലിട്ടപ്പോഴേ അതിന് അലുത്ത് പൊട്ടട്ടെ കേട്ടോ. പൊട്ടുമ്പോഴത്തേക്ക് നമുക്ക് ഇത്തിരി വെള്ളം ഒഴിച്ച് ഇനി ഇത് തിളയ്ക്കാൻ വയ്ക്കും. ഉപ്പിട്ടിട്ടില്ല, നമുക്കിതിനകത്ത് ഇച്ചിരി ഉപ്പ് കൂടിയിട്ട് പിന്നെ ലേശം കരിയാപ്പിലയും കൂടി ഇട്ട് ഇച്ചിരി നേരം ഒന്ന് അടച്ച് വയ്ക്കുമ്പോൾ ഇത് നല്ലോണം തിളച്ച് വരും. തിളച്ച് വരട്ടെ കേട്ടോ. ഇതേ നമ്മൾ അതിനകത്തോട്ട് ഇച്ചിരി ഉപ്പും ഇട്ട്, പുളി ഇട്ടായിരുന്നല്ലോ നമ്മളപ്പോൾ ഉപ്പും പുളിയും കൂടെ ആകുമ്പോൾ അരപ്പൊന്ന് തിളയ്ക്കണം. അരപ്പ് തിളച്ചിട്ട് വേണം നമുക്ക് ഇച്ചിരി വെള്ളവും കൂടെ ഒഴിക്കാം. കാരണം അരപ്പ് തിളച്ച് വരുമ്പോഴത്തേക്ക് നമുക്ക് കരിയാപ്പില എടുത്തിട്ട് വരാം. ഇതാ ഇച്ചിരി കരിയാപ്പിലയും കൂടെ ഞാൻ അതിൻ്റെ തണ്ടൂടൊക്കെ അങ്ങ് ഒടിച്ചിടുക. തണ്ടൂട് ഒടിച്ചിട്ടാലും ഒരു ഇത് കിട്ടത്തുള്ളൂ. കരിയാപ്പില നമുക്ക് ഇഷ്ടം പോലെ ഉണ്ട്. അപ്പോൾ പിന്നെ തണ്ടിട്ടാലും ഒടിച്ചിട്ടാലും ഒന്നും ഒരു പ്രശ്നമില്ല. ഇതൊന്ന് തിളയ്ക്കാനായിട്ടേ നമുക്ക് അടച്ച് വയ്ക്കാം. ഇതന്നെ ഞാനൊരു സ്റ്റീൽ പാത്രം എടുത്തിട്ട് അടച്ച്, ഇത് പറ്റില്ല കേട്ടോ, അതുകൊണ്ട് അടച്ച് വെച്ചിട്ട് നോക്കട്ടെ. ഇത് പറ്റുമോ? അതും പറ്റില്ല, വലിയ അടപ്പുണ്ട്. ഇതാ ഇതുകൊണ്ട് അടച്ച് വയ്ക്കാം. തിളക്കട്ടെ. തിളയ്ക്കുമ്പോഴത്തേക്ക് നമുക്ക് അതിനകത്ത് മീൻ പെറുക്കിയിടാം. രണ്ടിതാണ് നല്ല പച്ച മങ്കടയാണ്, ഒരു അലിക്കുലുത്തായിട്ടുള്ള മങ്കടയൊന്നുമില്ല. നല്ല നല്ല പച്ച മങ്കട. അത് വെട്ടുമ്പോഴേ നമുക്കറിയാം നല്ല ഉറപ്പുള്ള മങ്കടയായിരുന്നു. ഞാനത് ഇച്ചിരി 4 എണ്ണം ഉണ്ടായിരുന്നേ. 4 എണ്ണം നല്ല ലാഭത്തിലാണ്. നമ്മുടെ അടുത്തൊരു ആളുണ്ട്, ആ പുള്ളിക്കാരൻ നല്ലതായിട്ട് മീൻ ലാഭത്തിൽ തരും. അപ്പം നമുക്ക് അത് അരപ്പ് തിളച്ചോ നോക്കാവേ. ഇതാ കണ്ടോ, അരപ്പ് തെളിക്കുന്നുണ്ടോ? നല്ല അടിപൊളിയായിട്ട് തിളച്ച് മറിഞ്ഞു. അപ്പം നമുക്ക് ഇതിനകത്തോട്ട് മീൻ ഇടാം. കണ്ടോ, പുളിയുടെ ഉപ്പിൻ്റെയൊക്കെ മണം നല്ലതായിട്ട് വരുന്നുണ്ട്. അപ്പം നമുക്ക് അതിനകത്തോട്ട് മീൻ പെറുക്കിയിടാം. നമുക്കൊന്ന് ഇളക്കി അരപ്പ് താത്ത് വെച്ച് കൊടുക്കാവേ. അപ്പം ഇനി ഇത് നല്ലോണം ഒന്ന് അടച്ച് വെച്ച് വേവിക്കാം. ഇത് ചാറൊക്കെ നല്ലോണം കുറുകിയിരിക്കുമായിരുന്നു. പിന്നെ കഷ്ണത്തിൽ ഉപ്പും പുളിയൊക്കെ പിടിച്ച് കഷ്ണം ഒന്ന് വേവട്ടെ. അപ്പം ഇതിന് അടച്ച് വെച്ച് നമുക്ക് വേവിക്കാം. എന്നിട്ട് പിന്നെ എടുക്കാം. അടച്ച് വെച്ച് കഷ്ണം ഇട്ടതിന് ശേഷം തിളച്ച് അത് നമുക്ക് നോക്കാം. തിളയ്ക്കുന്നുണ്ടോ നല്ലതായിട്ട്? അതിൻ്റെ സൈഡിലേക്ക് എണ്ണ പൊങ്ങി ഇങ്ങനെ ആവുന്നുണ്ടോ? അപ്പം നമ്മൾ കണ്ടോ, ഈ എണ്ണ നമുക്ക് ഇങ്ങോട്ടൊക്കെ പൊരി വയ്ക്കാം. കണ്ടോ, ഇത് മങ്കടയ്ക്ക് നെയ്യും ഉണ്ട്. നല്ല മങ്കടയെന്ന് പറഞ്ഞാൽ നല്ല സൂപ്പർ മങ്കടയായിരുന്നു കേട്ടോ. അതിലെ മത്തിയും കൂട്ടി 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 അങ്ങ് വെറുത്ത്. അപ്പോൾ നമ്മൾ മങ്കടമാണ്.
മണം വന്നിട്ട് നല്ല സൂപ്പർ കറി അല്ലേ കുഞ്ഞൂസേ? കുഞ്ഞൂസാണ് ഇന്നെൻ്റെ ക്യാമറാമാൻ. കാരണം എന്താണെന്ന് വെച്ചാൽ അപ്പുവിൻ്റെ കൈ വയ്യാതിരിക്കുകയാണ്. നല്ല സൂപ്പർ. ഇതാ ഇനി ഒന്ന് പറ്റണം ഇച്ചിരി കൂടെ. ഇപ്പോൾ നമ്മളങ്ങോട്ട് ചേർത്തല്ലേ ഉള്ളൂ, ഇച്ചിരി കളയാം നമുക്ക്. നമ്മൾ എന്ത് വെച്ചെന്ന് പറഞ്ഞാൽ നമ്മൾ ഉപ്പും ടേസ്റ്റ് നോക്കുന്നതിന് മുമ്പ് അത് ഒന്നിൽ അടുപ്പിലൊഴിക്കുക, അല്ലെങ്കിൽ വെളിയിൽ കളയുക. അങ്ങനെ കളഞ്ഞിട്ട് വേണം നമ്മൾ ഇത് നോക്കാനായിട്ട്, ഉപ്പ് നോക്കാനായിട്ട്. അതൊക്കെയാണ് വിശ്വാസം, ഓരോരുത്തരുടെ വിശ്വാസം ഓരോരുത്തർ ചെയ്യുന്നത്. ഞാൻ അങ്ങനെയാണ്, എന്തുണ്ടാക്കിയാലും കളഞ്ഞിട്ടേ ഉപ്പ് നോക്കൂ. നാളെ അതിൻ്റെ ബെല്ല് കുറഞ്ഞു പോയി എടുത്തു പോയെന്ന് തോന്നണ്ട. ചൂടുണ്ട്, ഉപ്പും പുളിയുണ്ട്. ഞാൻ എന്ത് വെച്ചാലും ഉപ്പും പുളിയും മുന്നോട്ട് നിൽക്കത്തേ ഉള്ളൂ, ഉപ്പും പുളിയും മുന്നോട്ട് നിൽക്കണം. ഇത് ഞാനിനി കുഞ്ഞൂസിൻ്റെ കയ്യിൽ കൊടുക്കാവേ. കുഞ്ഞൂസ ടേസ്റ്റ് ഉണ്ടോയെന്ന് പറയണം, ഉപ്പ് നോക്കിയിട്ടെ. ആ മണവും ടേസ്റ്റും കൂട്ടിയപ്പോൾ എന്ത് സാധ് ആണോ? കുഞ്ഞൂസിൻ്റെ ഡയലോഗ് കേട്ടോ, മണവും ഉപ്പിൻ്റെ ടേസ്റ്റൂടെ നോക്കിയപ്പോൾ എന്തൊരു സ്വാദെന്ന്. കുഞ്ഞൂസ് അങ്ങനെ ഇല്ല, കൊള്ളത്തില്ലെങ്കിൽ കൊള്ളത്തില്ലെന്ന് തന്നെ പറയും. കൊള്ളുമെങ്കിൽ കുഞ്ഞ് പറയും നല്ലത് തന്നെയാണ്. അപ്പം എങ്ങനെയുണ്ട്? അപ്പം ഇനി ഇതൊന്ന് ഇച്ചിരി കൂടെ ഒന്ന് പറ്റിട്ട് കേട്ടോ. പറ്റുമ്പോഴത്തേക്ക് നമ്മളിനി ഒന്നും ചെയ്യണ്ട, കറി റെഡി. നമുക്കത് പറ്റാൻ വയ്ക്കാം. അടയ്ക്കാം കുഞ്ഞൂസേ, കുഞ്ഞു അടച്ചു വയ്ക്കാം. അങ്ങനെ അടച്ചു വെച്ചു. ദാ നമ്മൾ തീ ഓഫ് ചെയ്തേ. കറി നല്ല എണ്ണയായിട്ട് കണ്ടോ. അത് ഞാൻ തീ ഓഫ് ചെയ്ത്, എന്നാലും ഒരു ചെറിയ തിളയുണ്ട് കണ്ടോ. നല്ല പച്ച മങ്കട എന്ന് പറഞ്ഞാൽ പച്ച മങ്കടയാണ്. ആ കറി കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാലോ കറി എങ്ങനെ ഉണ്ടായിരിക്കും. നല്ല സൂപ്പറാണ്, നല്ല ടേസ്റ്റുള്ള കറിയാണ്. അപ്പോൾ ഇതെല്ലാവരും വെച്ച് നോക്കുക. ഇനി ഒരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. ബൈ ബൈ.